ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഈ ലെക്ചർ സീരീസ് പ്ലാൻ ചെയ്യുന്നത് KTUവിൻ്റെ ESD 102 പ്രോഗ്രാമിംഗ് ഇൻ സി എന്ന് പറഞ്ഞ കോഴ്സിൻ്റെ ലാബ് ക്വസ്റ്റ്യൻസ് സോൾവ് ഔട്ട് ചെയ്യാനാണ്. അപ്പോൾ ഈ ഒരു ലെക്ചർ സീരീസ് വഴി നിങ്ങൾക്ക് 20ഓളം എക്സസൈസ് ക്വസ്റ്റ്യൻസിൻ്റെ പ്രോഗ്രാമിംഗ് പാർട്ട് കിട്ടും. ഇത് കൂടാതെ അൽഗോരിതവും അതിൻ്റെ എക്സ്പ്ലനേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അൽഗോരിതവും പ്രോഗ്രാമും ഞാൻ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ ചെന്ന് നിങ്ങൾക്ക് നോക്കാം. ദെൻ ഈ ഒരു കോഴ്സിൻ്റെ പ്രോഗ്രാമിംഗ് ഇൻ സി എന്ന് പറയുന്ന കോഴ്സിൻ്റെ തിയറി പാർട്ടും അതിൻ്റെ കൺസെപ്റ്റ് പാർട്ടും വിത്ത് മോർ പ്രോഗ്രാംസും ഞാൻ ഓൾറെഡി ഒരു ലെക്ചർ സീരീസ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് പോയി കാണാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലെക്ചർ സീരീസിലേക്ക് കടക്കാം. അൽഗോരിതം നമുക്ക് നോക്കാം. ആദ്യം ഒരു നമ്മുടെ അറേ വാങ്ങിക്കുക, അറേയുടെ സൈസ് മേടിക്കുക, അറേയുടെ എലമെൻസിനെ റീഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് സെർച്ച് ചെയ്യേണ്ട എലമെന്റ് എന്താണോ അത് യൂസറിൻ്റെ നിന്ന് വാങ്ങിക്കുക. എന്നിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഒരു അറേ ഫസ്റ്റ് എലമെന്റ് തൊട്ട് ലാസ്റ്റ് എലമെന്റ് വരെ പോവുക. ലാസ്റ്റ് എലമെന്റ് വരെ പോകുമ്പോൾ ഞാൻ ഓരോ കേസസിലും ഞാൻ എന്താ ചെക്ക് ചെയ്യേണ്ടത്? A of I, that is ith element is equal to key ആണോ എന്ന് ചെക്ക് ചെയ്യുക. ith element ഈക്വൽ ടു കീ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ എലമെന്റ് നമ്മുടെ കയ്യിൽ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു വാല്യൂവിൽ ഞാൻ എന്ത് സെറ്റ് ചെയ്യുന്നു? I എന്ന് പറയുന്ന വാല്യൂ സെറ്റ് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്നു. പിന്നെ നമുക്ക് വീണ്ടും അങ്ങോട്ട് എലമെന്റ്സ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇനിഷ്യലി ഞാൻ ഇൻഡെക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് -1 ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻഡെക്സ് 1 എന്ന് പറയുന്നത് കാരണം ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം 0 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻഡെക്സ് 0 to n-1 വരെയുള്ള ഏതെങ്കിലും വാല്യൂ വരുള്ളൂ. -1 വന്നു കഴിഞ്ഞാൽ മീനിങ് എന്താണ്? എനിക്ക് സെർച്ച് ചെയ്തിട്ട് അങ്ങനെ ഒരു എലമെന്റ് കിട്ടിയിട്ടില്ല എന്നാണ്. അപ്പോൾ ഇൻഡെക്സിന്റെ വാല്യൂ ഈക്വൽ ടു -1 ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സെർച്ച് എലമെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ സെർച്ച് എലമെന്റ് ഫൗണ്ട് ചെയ്തു എന്നാണ്. ഇതാണ് നമ്മുടെ അൽഗോരിതം. നമുക്ക് ആ അൽഗോരിതം നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. സേ എൻ്റെ എക്കകത്ത് 10, 20, 30, 40 ഉണ്ടെന്ന് വിചാരിക്കും. ഇതാണ് എൻ്റെ അറേ. എനിക്ക് സെർച്ച് ചെയ്യേണ്ടത് എൻ്റെ കയ്യിൽ 30 ഉണ്ടോന്നോ, ഈ അറേക്കകത്ത് 30 ഉണ്ടോ എന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്യണം. സോ ആദ്യം ഐയുടെ വാല്യൂ 0 to എത്ര വരെ പോവും? എത്ര എലമെന്റ് ഉണ്ടോ ആ ഇൻഡെക്സ് വരെ പോവും. ദാറ്റ് ഈസ് I ഈക്വൽ ടു 3 വരെ പോവും. ഫസ്റ്റ് I ഈക്വൽ ടു 1 കേസ് നോക്കുക. A of 0 ഈക്വൽ ടു കീ വാല്യൂ ആണോ? ദാറ്റ് ഈസ് 30 ആണോ കീ? അപ്പോൾ നമ്മൾ എന്താ ടെസ്റ്റ് ചെയ്യേണ്ടത്? 10 ഈക്വൽ ടു 30 ആണോ? അല്ല, ഫോൾസ്. ഞാനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തത് A of 1 ഈക്വൽ ടു കീ ആണോ? ദാറ്റ് ഈസ് 20 ഈക്വൽ ടു 30 ആണോ? അങ്ങനെയാണെങ്കിൽ എന്താണ്? ഫോൾസ്. അല്ലല്ലോ, അല്ല. നെക്സ്റ്റ് വൺ I ഈക്വൽ ടു 2 ആവുമ്പോൾ A of 2 ഈക്വൽ ടു കീ, ദാറ്റ് ഈസ് 30 ഈക്വൽ ടു 30 ആണോ എന്ന് ചെക്ക് ചെയ്യുക. ദാറ്റ് ഈസ് ട്രൂ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് 2 ആയിട്ട് സെറ്റ് ചെയ്യും. എന്നിട്ട് ഞാൻ എന്ത് കണ്ടീഷൻ ചെക്ക് ചെയ്യത്തില്ല? I3 എന്ന് പറയുന്നത് ബ്രേക്ക് ചെയ്യും. ഞാൻ അവിടെ വെച്ച് ബ്രേക്ക് ചെയ്തു. സോ I3 ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. തിരിച്ച് വെളിയിലോട്ട് ഇറങ്ങുന്നു. ഞാൻ എന്ത് ചെക്ക് ചെയ്യുന്നു? ഇഫ് ഇൻഡെക്സിന്റെ വാല്യൂ ഈക്വൽ ടു -1 ആണോ? അല്ല, ഫോൾസ്. ദെൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെർച്ച് എലമെന്റ് ഉണ്ടോ എന്ന് പറയാൻ പറ്റും. ഇൻ കേസ് ഞാൻ ഇവിടെ 50 ആണ് ചെക്ക് ചെയ്യുന്നതെങ്കിലോ? 50 ഉണ്ടോ എൻ്റെ കയ്യിൽ? ഇല്ല. അപ്പോൾ A of 0 10 ഈക്വൽ ടു 50 ആണോ? അല്ല. അടുത്തത് ഐയുടെ വാല്യൂ 1 ആകുമ്പോൾ 20 ഈക്വൽ ടു 50 ആണോ? അല്ല. 30 ഈക്വൽ ടു 50 ആണോ? അല്ല, ഫോൾസ് ആണ്. ഇനി ഐയുടെ വാല്യൂ 3 ആവുമ്പോൾ ഞാൻ എന്ത് ചെക്ക് ചെയ്യും? A of 3 ഈക്വൽ ടു കീ ആണോ? ദാറ്റ് ഈസ് 40 ഈക്വൽ ടു കീ ആണോ? 40 ഈക്വൽ ടു കീ ആണോ? ദാറ്റ് ഈസ് 50 ആണോ? അല്ല, ഫോൾസ്. അപ്പോൾ ഇൻഡെക്സിന്റെ ഇനിഷ്യൽ വാല്യൂ എത്രയായിരുന്നു? ഇൻഡെക്സിന്റെ ഇനിഷ്യൽ വാല്യൂ -1. അപ്പോൾ ഇപ്പോഴും ഇൻഡെക്സിന്റെ വാല്യൂ എന്ത് തന്നെയാണ്? -1 ആണ്. അപ്പോൾ ട്രൂ ആണ്. Therefore, no search element, no element found. ഇതാണ് എൻ്റെ വർക്കിംഗ്.
സോ ഇത് ഞാൻ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവാണ്. ഹാഷ് ഇൻക്ലൂഡ് std io.h void main. ഞാൻ അറേയുടെ സൈസ് മേടിക്കുന്നു, ഒരു അറേ ഓഫ് സൈസ് 20 ഡിക്ലെയർ ചെയ്യുന്നു. ദെൻ ഒരു കീ വാല്യൂ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കീ എലമെന്റ് ഞാൻ മേടിക്കുന്നു i. ദെൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു വാല്യൂ വേണം, സോ അതും ഡിക്ലെയർ ചെയ്യുന്നു. printf enter the size of array. enter the size of array. scanf %d ampersand n. സൈസ് മേടിച്ചു, ഞാൻ അത് എലമെന്റ് വാങ്ങിക്കാൻ പോകണം. i equal to 0, i less than n, i plus plus. So printf enter the element. printf enter the element. scanf %d ampersand a of i. So ഞാൻ ആ എലമെന്റ് റീഡ് ചെയ്തു. നൗ നെക്സ്റ്റ് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇൻഡെക്സിന്റെ വാല്യൂ ഞാൻ -1 ആയിട്ട് സെറ്റ് ചെയ്തു. സോ ഞാൻ ഇതുവരെയും സെർച്ച് എലമെന്റിനെ കണ്ടിട്ടില്ല എന്നാണ് എൻ്റെ ഇനിഷ്യൽ അസംപ്ഷൻ. നൗ ഞാൻ എന്താ ചെയ്യുന്നത്? സെർച്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ i equal to 0, i less than n, i plus plus. ഞാൻ എന്താണ് സെർച്ച് ചെയ്യേണ്ടത്? ഇഫ് a of i equal to key ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറഞ്ഞു? ഇൻഡെക്സ് ഈക്വൽ ടു i. അതായത് ഞാൻ സെർച്ച് ചെയ്ത എലമെന്റ് ഫൗണ്ട് ചെയ്തു. ഇനി റിമൈനിങ് കേസസ് ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനത് ചെയ്തു. നൗ അടുത്തത് എന്താ ചെക്ക് ചെയ്യുന്നത്? ഇൻഡെക്സ് വാല്യൂ ഈക്വൽ ടു -1 ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? ഇൻഡെക്സ് വാല്യൂ ഈക്വൽ ടു -1 ആണ് എന്നുണ്ടെങ്കിൽ printf എന്താണ്? നോ സെർച്ച് എലമെന്റ്, നോ എലമെന്റ് ഫൗണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പ്രിന്റ് ചെയ്തു. എൽസ്, അതായത് ഇൻഡെക്സിന്റെ വാല്യൂ -1 അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ എലമെന്റ് ഉണ്ട്. എവിടെയാണ് എലമെന്റ്? എലമെന്റ് ഫൗണ്ട് അറ്റ് %d. എവിടെയാണ്? ഇൻഡെക്സ് വാല്യൂ. ഓക്കെ, ഇതാണ് ഞാൻ ചെയ്ത പ്രോഗ്രാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ സൈസ് മേടിച്ചു, അറേയുടെ എലമെന്റ്സ് മേടിച്ചു, ഇൻഡെക്സ് വാല്യൂ -1 ആയിട്ട് സെറ്റ് ചെയ്തു. ഞാൻ ട്രാവേഴ്സ് ചെയ്യാണ്, എ അറേ ട്രാവേഴ്സ് ചെയ്യുന്നു. a ഈക്വൽ ടു കീ ആണെങ്കിൽ ദാറ്റ് മീൻസ് സെർച്ച് എലമെന്റ് ഫൗണ്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇൻഡെക്സിന്റെ വാല്യൂ i ആയിട്ട് സെറ്റ് ചെയ്തു, ബ്രേക്ക് ചെയ്തു. ഈ ഫോർ ലൂപ്പ് കഴിയുമ്പോഴും ഇൻഡെക്സിന്റെ വാല്യൂ -1 ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എലമെന്റ് സെർച്ച് ചെയ്ത് കിട്ടിയില്ല, അല്ലെങ്കിൽ മീനിങ് എലമെന്റ് ഫൗണ്ട് അറ്റ് ഇൻഡെക്സ് ആണ്. ഓക്കെ, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. gcc array.c a.exe. സൈസ് എന്ന് പറയുന്നത് ഞാൻ 5 ആയിട്ട് കൊടുക്കുന്നു. സൈസ് കൊടുക്കുന്നു. എലമെന്റ്സ് 12, 16, 21, 7, 5. ഇനി ഓക്കെ, ഞാൻ ഇവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് റീഡ് ചെയ്യാൻ വിട്ടുപോയി? ഞാൻ സെർച്ച് ചെയ്യേണ്ട എലമെന്റ് എന്താണെന്ന് യൂസറിൻ്റെ നിന്ന് വാങ്ങിച്ചിട്ടില്ല. സോ enter the element to search. Okay, %d ampersand key. ഓക്കെ, ഞാൻ ഒന്നും കൂടെ റൺ ചെയ്യാണ്. സെയിം ഇൻപുട്ട് വെച്ചാണ് റൺ ചെയ്യുന്നത്. 5, 12, 16, 21, 7, 5. ഇനി സെർച്ച് ചെയ്യേണ്ട എലമെന്റ് ഞാൻ പറയാണ് 7. 7 എന്ന് പറയുന്നത് 0, 1, 2, 3 തേർഡ് ഇൻഡെക്സിലാണ് കിടക്കുന്നത്. ഓക്കെ, ഇനി ഇല്ലാത്ത ഒരു എലമെന്റ് പറയാം. ഞാൻ 3 എലമെന്റ് വാങ്ങിക്കുന്നുള്ളൂ, 10, 20, 30. ഞാൻ ചോദിക്കുകയാണ് 40 ഉണ്ടോ? നോ എലമെന്റ് ഫൗണ്ട്. ഇതാണ് എന്തെന്ന് വിളിക്കുന്നത്? ലീനിയർ സെർച്ച്